2025 ജൂൺ 12 അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തം എല്ലാവരെയും വേദനിപ്പിക്കുകയുണ്ടായി. എയർ ഇന്ത്യയുടെ 171, ബോയിങ് ഡ്രീം ലൈനർ 787-8 സീരീസാണ് അപകടത്തിൽപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ബോയിങ് കമ്പനിയുടെ ഉൽപ്പന്നമാണിത്. ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ അതിൻ്റെ സാങ്കേതിക തകരാറുകളെക്കുറിച്ചാണ് പ്രാഥമികമായി ചൂണ്ടിക്കാണിച്ചത്. പല ചർച്ചകളിലും ഈ സാങ്കേതിക തകരാറുകളും അതിനോടൊപ്പം മറ്റു പല വാദങ്ങളും ഉയർത്തുകയുണ്ടായി. ഇതെല്ലാം ശരിയായിരിക്കാം, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുമാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. എന്നാൽ ഈ ചർച്ച ചെയ്യുന്ന സാങ്കേതിക വശങ്ങളോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം, അല്ലെങ്കിൽ വിട്ടുപോകുന്ന മറ്റൊരു കാര്യമാണ് ഈ പങ്ക്തിയിൽ ചർച്ച ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്നുണ്ടായിട്ടുള്ള കിടമത്സരമാണ്. $426 ബില്യൺ 2024 കണക്ക് പ്രകാരമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ഈ ആഗോള വിമാന കമ്പോളത്തിലെ രണ്ട് ഭീമന്മാരാണ് യൂറോപ്പിലെ എയർബസും അമേരിക്കയിലെ ബോയിങ് കമ്പനി. ഒരു കാലത്ത് അമേരിക്കൻ ബോയിങ് കമ്പനി ആയിരുന്നു മുടിച്ചുവിടാമെന്ന്. ആകാശയാത്രയിൽ ലോകത്തിൻ്റെ വിശ്വസ്തരായിരുന്നു ഇവർ. വിമാനയാത്രയുടെ പര്യായം തന്നെയായിരുന്നു എന്ന് പറയാം. ആ ഒരു കമ്പനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നു തുടങ്ങിയത് 2018 മുതലാണ്. 2018 മുതൽ ബോയിങ് വിമാനങ്ങൾ അപകടത്തിൽപ്പെടാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ 1916 തുടങ്ങിയ കമ്പനി 1997 ഒരു മെർജിങ്ങിലൂടെ ശക്തമായിട്ട് ആഗോള സാമ്പത്തിക രംഗത്ത് ശക്തി തെളിയിച്ച കമ്പനി 2018 മുതൽ പതറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2011 ഈ ബോയിങ് 787 ഡ്രീം ലൈനർ സീരീസ് അവതരിപ്പിച്ചത്. ദീർഘദൂര വിമാനയാത്രയുടെ ഭാവി വാഗ്ദാനമെന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ചർച്ചകളിലൊക്കെ പറയുന്നത് പോലെ 2012 തന്നെ അതിൻ്റെ ഫ്യൂസിലേജ് പാനലുകൾക്കിടയിൽ വലിയ വിടവുണ്ടെന്നുള്ള ആരോപണം ഉയർന്നു. ഇതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തന്നെയാണ്. പക്ഷേ ഈ കിടമത്സരത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൂടി കാണാതെ പോയാൽ ഭാവിയിലും ഈ വിമാന അപകടങ്ങൾ ഒഴിവാക്കപ്പെടുകയില്ല. ഇപ്പോൾ ബോയിങ് കമ്പനിക്ക് പ്രധാനമായിട്ടും വലിയ വിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മത്സരം നേരിടേണ്ടി വന്നത് യൂറോപ്പിലെ എയർബസ് ആണെങ്കിലും മറ്റു ചില മേഖലകളിൽ മറ്റു ചില കമ്പനികളുമായിട്ട് കൊമാക്ക്, എംബ്രയർ, ബോംബാർഡിയർ തുടങ്ങിയ കമ്പനികളുമായിട്ടും ഒക്കെ കിടമത്സരത്തിൽ ഏർപ്പെടേണ്ടി വന്നു. എന്തായാലും ഇതൊരു പിന്നീട് വലിയ വിമാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു ഡ്യുവോപ്പൊളി, രണ്ട് പ്ലെയേഴ്സുള്ള ഒരു കമ്പോളമാണ് ഉള്ളതെങ്കിലും അവിടെ അവർ തമ്മിലുള്ള നേരിട്ടുള്ള അനാരോഗ്യപരമായ കിടമത്സരം ഒരു വലിയ പ്രശ്നമായി. അതിൻ്റെ ഫലമായിട്ട് ബോയിങ് കമ്പനി ചെലവ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ആ ചെലവ് കുറയ്ക്കുന്നത് ഗുണനിലവാരത്തെ ബാധിച്ചു. സപ്ലയറുമായിട്ടുള്ള റിലേഷനും അല്പം മോശമായി. സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളുടെ കോസ്റ്റ് 15% കണ്ട് കുറച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റിയിലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവണം. മാത്രവുമല്ല, ഉൽപ്പാദനത്തിൻ്റെ സ്പീഡാണ് വർദ്ധിക്കേണ്ടത്, മറിച്ച് ക്വാളിറ്റി അല്ല എന്നുള്ള ഒരു ചിന്തയും മാനേജ്മെൻറ്റിന് കടന്നുകൂടി. ഇതെല്ലാം തന്നെ ഇതിനെ മോശകരമായിട്ട് ബാധിച്ചു. ഉൽപ്പാദന ചെലവ് വെട്ടിക്കുറഞ്ഞതിൻ്റെ ഫലമാണ് ഗുണനിലവാരം കുറഞ്ഞതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഗുണനിലവാരം കുറഞ്ഞതിൻ്റെ ഫലമോ? ആകാശയാത്രയിൽ തന്നെ വാതിലുകൾ പറന്നു പോകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ക്രൈസിസ് മാനേജ്മെൻറ്റിലും ബോയിങ് കമ്പനികൾ ഒരു പരാജയമാണെന്നുള്ളതാണ്. എല്ലാ അപകടങ്ങളും നടക്കുമ്പോൾ അവർ പൈലറ്റിൻ്റെ പുറത്ത് പഴിചാരിയിട്ട് രക്ഷപ്പെടുന്ന ഒരു തന്ത്രം.
അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതിനെ പരിശോധിക്കുമ്പോൾ കാണുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ബോയിങ് കമ്പനി എൻജിനീയറിങ്ങിൽ നിന്ന് ധനകാര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2, ഗുണനിലവാരത്തിൽ നിന്ന് ലാഭത്തിലേക്ക് അവർ മാറി. ഫിനാൻസാണ് പ്രധാനമെങ്കിൽ അത് ലാഭമാകും. ഈ ലാഭം കൂടുതൽ കിട്ടാനാണ് ഈ ഉൽപ്പാദന ചെലവൊക്കെ വെട്ടിക്കുറയ്ക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് ശക്തമായ ക്വാളിറ്റി കൺട്രോൾ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ടായിരുന്നു. അത് ആഭ്യന്തരമായിട്ടും ഉണ്ടായിരുന്നു, ബാഹ്യമായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാഹ്യമായിട്ടുള്ള ചെക്കിങ് വളരെ ഗുണം ചെയ്യും. അത് പോയിട്ട് ഇപ്പോൾ കൂടുതലും ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോളിൽ മാത്രമായി. അതും ദോഷം ചെയ്തിട്ടുണ്ട്. കൂടാതെ പിന്നീട് യാത്രാവിമാനങ്ങളിൽ നിന്ന് മാറി ബഹിരാകാശ വാഹനങ്ങളിലേക്കും അവർ ചാടിക്കടക്കുകയുണ്ടായി. അത് ഇലോൺ മസ്കുമായിട്ടുള്ള മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ ഫലമാണ് സ്റ്റാർലൈൻ എന്ന ബഹിരാകാശ പരീക്ഷണ ദൗത്യം സുനിൽ വില്യംസിനെയും മറ്റും കൊണ്ടുപോയത്. അതിൻ്റെ വിധി നമുക്കറിയാം. ബഹിരാകാശത്ത് അവർ കുടുങ്ങിയതും അതിൻ്റെ സാങ്കേതിക തകരാറും എല്ലാം നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ യാത്രാവിമാനങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചവരുടെ ഫോക്കസ് അതിൽ നിന്ന് മാറി മറ്റു പലതിലേക്കും കൂടെ വരുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കൂട്ടി വായിക്കേണ്ടതാണ്. ഇത്തരം കാരണങ്ങൾ കൊണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഈ വിമാനയാത്രയുടെ വിമാന അപകടത്തിൻ്റെ ഒരു വലിയ കാരണം, ഒരു വലിയ സൃഷ്ടി അനാരോഗ്യപരമായ കിടമത്സരമാണ്. അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ മറന്നുപോകുന്നത് ശരിയല്ല, അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ശരിയല്ല. അതുകൂടി ചർച്ച ചെയ്യപ്പെട്ടാൽ മാത്രമേ നാളെയും ഈ വിമാന അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയൂ. ഇത് സമൂഹത്തിലൊരു ക്രിയാത്മകമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു.